ഇന്ന് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സുകളുടെ ഒരു റിപ്ലൈ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറില്ല, കാരണം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. പക്ഷേ അത് ചെയ്യണ എന്താ ഗുണം എന്ന് വെച്ചാൽ എല്ലാവരും കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇതൊക്കെ ടൈം ആയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞവരുണ്ട്. സോ നിങ്ങൾക്കത് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ആ കറക്റ്റ് ഓർഡറിൽ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൺഫർമേഷനൊക്കെ ഇടയ്ക്ക് വരണ്ട്. ഇതൊക്കെ വല്ല ടൈമിലും വന്നിട്ട് ഇതൊക്കെ ആയോ എന്ന് ചോദിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ, ഒന്നോ ചിലപ്പോൾ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും വെബ്സൈറ്റ് നോക്കണവരായിരിക്കണം. അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ ജസ്റ്റ് ഇത് വന്നു എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വർഷം കുട്ടികൾ വരുത്തിയേക്കണ മിസ്റ്റേക്കും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഞാൻ ഇന്നലെ രാത്രി ഒരു മണി വരെ ഇരുന്ന് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നൊരു കാര്യം, മിക്ക വീഡിയോസിലും പറഞ്ഞേക്കണ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ കാണുന്നത്. സോ നിങ്ങൾ വാച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ സമയം കുറവുണ്ട്, അതുകൊണ്ടാണ് മിക്കപ്പോഴും രാത്രിയൊക്കെ വീഡിയോസ് ചെയ്യണത്. അപ്പോൾ രാത്രി ഇരുന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരണത്. അപ്പോൾ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ. നിങ്ങളുടെ ടൈമിനും വിലയുണ്ട്. സോ കണ്ടിട്ട് ക്വസ്റ്റ്യൻസിന് ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മുനീർ ചോദിച്ചേക്കുന്നത്, ഈ 8,000 രൂപ അടച്ചാൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ എന്തായാലും ചേരേണ്ടി വരുമോ? കീമിലും കുസാറ്റിലും ഒരേ സമയം ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, കീമിന് ചേരുന്നില്ലെങ്കിൽ 8K അടച്ചത് റീഫണ്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 8K അടക്കണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഈ പറയണ പോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ വേറൊരു കോളേജ് കിട്ടിയെങ്കിൽ അതിൽ പോയി ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യണം. അതായത് ഇതൊക്കെ മാൻഡേറ്ററി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ജോയിൻ ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഈ 8K റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ലാസ്റ്റ് അലോട്ട്മെൻ്റ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾ പോരുമൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ ഫസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു പോരുവാണെങ്കിൽ സാധാരണ ആ ഫീസ് റീഫണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഫീ റീഫണ്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനും കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് വരില്ല. നമ്മുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ അടുത്ത് റീഫണ്ടിനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് ഇടും. അപ്പോൾ ആ എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻട്രൻസ് കമ്മീഷണറാണ് തീരുമാനിക്കുന്നത്. സാധാരണ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ചിട്ട് പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കണ്ടിന്യൂസ് ഒന്നും പോവാത്തവർക്ക് ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ ആ എലിജിബിൾ ലിസ്റ്റ് വരും. അതുപോലെ തന്നെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അതൊക്കെ വരുന്നത് എല്ലാം സ്പോട്ടൊക്കെ കഴിഞ്ഞ് എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറും കഴിയുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഫീ റീഫണ്ട് കിട്ടാറുണ്ട്. ഈ അഡ്മിഷൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് പോരുമ്പോഴാണ് സാധാരണ ഫീ റീഫണ്ട് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ എലിജിബിലിറ്റി തീരുമാനിക്കുന്ന CE ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എലിജിബിലിറ്റി ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങളോട് റീഫണ്ട് ചെയ്യാനായിട്ട് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയണത് കേട്ടോ. ഓൺലൈനായിട്ട് അടക്കുന്നത് എങ്ങനെയെന്നും കൂടി പറയാമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പാടില്ലല്ലോ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ലേ. നിങ്ങൾ ആ പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ അവിടെ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇത് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് അതിലൂടെ അടക്കാമെന്നുള്ളതാണ് കേട്ടോ. ചെല്ലാനാണെങ്കിൽ അത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതാണ് ഇടയ്ക്ക് നിങ്ങൾ വീഡിയോസ് സ്കിപ്പാവുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവാത്തത് കേട്ടോ. പിന്നെ ചോദിച്ചേക്കുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എഡിറ്റിംഗ് വരില്ലേ, ആൻഡ് അതുപോലെ തന്നെ കൺഫർമേഷൻ ചെയ്താലല്ലേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോ ചെയ്യേണ്ടത്. ഇതും പറഞ്ഞതല്ലേ, നിങ്ങൾ റെഗുലറായിട്ട് കേൾക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമല്ലോ അല്ലേ. അതായത് എഡിറ്റിംഗ് ഓപ്ഷൻ വരും. അത് മിക്കവാറും ചിലപ്പോൾ നമ്മുടെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അതിൻ്റെ അന്ന് ഈവനിങ് ആയിട്ടോ അല്ലെങ്കിൽ പിറ്റേന്നായിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ അതിന് തൊട്ട് ഒരു ദിവസം മുമ്പ് തന്നെ എഡിറ്റിംഗ് ഓപ്ഷനായിട്ട്
സമയം തരും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക. അതുപോലെ പറ്റും നമ്മൾ പറയും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ആ ഒരു എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. അത് എഡിറ്റിംഗ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണ്ടാത്തത് കളയുക, അതുപോലെ തന്നെ എന്തെങ്കിലും പൊസിഷൻ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാതെ, അതല്ല അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ എഡിറ്റിംഗ് നിർബന്ധമില്ല. പക്ഷെ നിർബന്ധമുള്ളത് ഓപ്ഷൻ കൺഫർമേഷനാണ്. എഡിറ്റിംഗ് വരുമ്പോൾ അതിനോടുകൂടി തന്നെയാണ് ഓപ്ഷൻ കൺഫർമേഷനും വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും ഇനി സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലെയും ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയപ്പോൾ കണ്ടായിരുന്നു, മിക്കവർക്കും ഇപ്പോൾ കിട്ടിയേക്കണ കോളേജ് മതി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ഇപ്പോൾ കിട്ടിയേക്കണ കോളേജ് മതി എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കരുത്. ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ആക്കി പ്രിൻ്റ് നമ്മൾ അല്ലെങ്കിൽ ഓപ്ഷൻ വച്ച് കൊടുത്ത ആ ഒരു ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമല്ലോ, അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കോളേജ് മാത്രമേ അവിടെ കാണിക്കാൻ പാടുള്ളൂ. അതുപോലെ കുറേ പേര് ചോദിച്ചു കണ്ടു, ഞാൻ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണുമെന്ന് അറിയില്ല, ഇപ്പോൾ കിട്ടിയേക്കുന്നത് FW ആണ്, എനിക്കിനി ഈ സീറ്റ് മതി എന്നും ചോദിച്ചു കണ്ടു. അവരും ഈ പറയുന്ന പോലെ ഓപ്ഷൻ കൺഫർമേഷൻ വരുമ്പോൾ ഇപ്പോൾ കിട്ടിയേക്കണ ആ സീറ്റ് FW എന്നുള്ള സീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണ്ട. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ചെയ്യുക. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കോളേജ് അവിടെ കാണിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നവരെല്ലാവരും തന്നെ എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസ് അടക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഓപ്ഷൻ കൺഫർമേഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണോ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും പറയുകയാണ്, ഓപ്ഷൻ കൺഫർമേഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ കൊടുക്കുക. അത് കഴിയുമ്പോഴാണ് നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരിക കേട്ടോ. ഈ ഡോക്യുമെൻറ്റ്സിലെ ഡേറ്റ ഷീറ്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേറെ എവിടെയോ കണ്ടിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മേ ബി അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മീൻസ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. സോ ഓപ്ഷൻ കൺഫർമേഷൻ അത് ആ ഡേറ്റ ഷീറ്റിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഡേറ്റ ഷീറ്റ് നമുക്ക് വരുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ്, മനസ്സിലായി. അതായത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് ഡേറ്റ ഷീറ്റ് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ സമയത്ത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വച്ചേക്കാം കേട്ടോ. എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്ത് വച്ചേക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിലധികം കോപ്പീസും എടുത്ത് വച്ചേക്കാം. ഡേറ്റ ഷീറ്റ് നിങ്ങൾ ഒരു കോളേജിലൊക്കെ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഡേറ്റ ഷീറ്റ് നമുക്ക് അങ്ങോട്ട് കൊടുക്കും നമ്മൾ. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നാലും ചിലപ്പോൾ അത് തിരിച്ച് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് സ്പോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലോ പങ്കെടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഡേറ്റ ഷീറ്റ് ആവശ്യം വരുമ്പോൾ അതപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഡേറ്റ ഷീറ്റ് വരുന്നത് സാധാരണ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ്. ആ സമയത്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് 2 കോപ്പീസ് എടുത്ത് വച്ചേക്കുക, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വച്ചേക്കുക കേട്ടോ. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതുപോലെ സ്പോട്ടിലൊക്കെ പോകുമ്പോൾ കൊടുക്കാനായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചേരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതും പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, നിങ്ങൾ എൻട്രൻസ് കമ്മീഷർക്ക് ഫീസ് അടച്ചതാണ് എങ്കിൽ ആ സീറ്റ് അവിടെ ഉണ്ടാവും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടിയില്ലെങ്കിലും ആ കോളേജിൽ പോയി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത കോളേജാണ് കിട്ടിയതെങ്കിൽ ഫസ്റ്റിൽ കിട്ടിയതിൽ ചേരാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള കോളേജ് മാത്രം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നല്ലോ, അതിനുശേഷം നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുമ്പോഴും എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുക. സോ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇഷ്ടമില്ലാത്ത കോളേജ് ഏതെങ്കിലും അവിടെ കിടക്കണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക എഡിറ്റിംഗ് വരുമ്പോൾ. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് നല്ല ഇഷ്ടമുള്ളൊരു കോളേജാണ്. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടി, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിലും അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. കാരണം ഫസ്റ്റ് കിട്ടിയ കോളേജ് പോകും, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ കുട്ടികൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ പറയുവാണ്, കാരണം ഇത് എല്ലാ വർഷവും കേൾക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആദ്യം മുതൽ ഓപ്ഷൻ കൺഫർമേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ തുടങ്ങി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് വെക്കണ്ട എന്നുള്ളത്. കാരണം പിന്നീട് നിങ്ങൾക്ക് തേർഡിലോ അല്ലെങ്കിൽ മറ്റു വേറെ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങളെ ചിലപ്പോൾ ഇനിയൊരു കോളേജ് കിട്ടിയില്ലെങ്കിൽ അത് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത കോളേജാണ് കിട്ടിയതെങ്കിൽ ഫസ്റ്റ് കിട്ടിയതിൽ ചേരാൻ പറ്റൂല. സെക്കൻഡിൽ വേറൊരു കോളേജ് വന്നാൽ ഫസ്റ്റ് കിട്ടിയത് പോകും. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത കോളേജൊക്കെ ഓപ്ഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ എഡിറ്റിംഗ് വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കാനുള്ള ഒരു ഇതിൽ ഞാൻ വച്ചേക്കണമെങ്കിൽ അതിൽ പഠിക്കാനായിട്ട് പോകേണ്ടതായിട്ട് വരും കേട്ടോ.
പിന്നെ കുറേ പേരിങ്ങനെ കോളേജ് ഇത്ര ഡിഫറൻസ് ഉണ്ട്, അടുത്ത അലോട്ട്മെൻറ്റിൽ വരുമെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ ഓപ്ഷൻസ്, അത് നമ്മൾ കൊടുത്തേക്കണ ഓപ്ഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എത്രമാത്രം കുട്ടികൾ നമ്മൾ വെച്ചേക്കണ ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിൽ വേറെ ലിയ ചോദിച്ചേക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ FW കിട്ടി, ഇനി അത് മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വച്ച ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ ഓപ്ഷനിൽ നിങ്ങളാണ് കുറഞ്ഞ ഇൻകവും നല്ല റാങ്കും വന്നേക്കുന്നത്. ഇനി നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജ് കിട്ടുവാണെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് FW ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇപ്പോൾ FW കിട്ടിയേക്കണ ഈ സീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യരുത്. ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മാത്രമല്ലേ അതിലുള്ളൂ എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, FW മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേറെ കിട്ടുവാണെങ്കിൽ അവിടെ FW കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങളെക്കാട്ടിയും നല്ല റാങ്കും കുറഞ്ഞ ഇൻകം ഉള്ള ആരെങ്കിലും ആ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും കിട്ടുക. അതല്ല നമ്മൾ തന്നെയാണ് അങ്ങനെ ആ ഒരു ഇതിൽ വരണമെങ്കിൽ നമുക്ക് കിട്ടിയേക്കാം. അല്ലാതെ ഇവിടെ കിട്ടി, ഇപ്പോൾ ഈ ഫസ്റ്റിൽ കിട്ടി FW എന്ന് വിചാരിച്ചിട്ട് സെക്കൻഡിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതും കൂടി ഓർക്കുക കേട്ടോ. ഇനി സിസ്റ്റർ ചോദിച്ചേക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഫീ അടച്ച് 2-3 അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിൽ കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജിൽ സീറ്റ് ഉറപ്പല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ ദയവായിട്ട് വീഡിയോ കാണാം. നിങ്ങളുടെ സമയവും എൻ്റെ സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് അടച്ച് 2-3 ഹയർ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജ് അവിടെ ഉണ്ടാവും, അത് പോകില്ല കേട്ടോ. പിന്നെ ചില കോളേജസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര പേഴ്സണലി വേറെ കോളേജൊന്നും അറിയില്ല. അതിൻ്റെ അർത്ഥം ആ കോളേജ് മോശമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണമെന്നൊന്നുമല്ല. എനിക്ക് ആ കോളേജിനെ പറ്റി പേഴ്സണലി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കോളേജിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചില കോളേജ് ഇപ്പോൾ മോഡലൊക്കെ ചോദിക്കുവാണെങ്കിൽ, ക്യുസാറ്റ് ചോദിക്കുവാണെങ്കിൽ ഒക്കെ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ വേറെ എറണാകുളം ഡിസ്ട്രിക്റ്റിലല്ലാത്ത ഏതെങ്കിലും കോളേജസിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെ അറിയുമെങ്കിൽ അവരോട് ചോദിക്കുക. വെബ്സൈറ്റിൽ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഉണ്ടാവും, അത് നോക്കുക എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ആ കോളേജസിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഇനി ഇത് ചോദിച്ചേക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിർമ്മല തൃശ്ശൂർ കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യണമെന്നുണ്ട്. സെക്കൻഡിൽ ഏതെങ്കിലും കിട്ടിയാൽ ഫസ്റ്റ് പോകില്ല എന്നാണ് ചോദിച്ചേക്കണം. സെക്കൻഡിൽ നോക്കിയ ശേഷം ഫസ്റ്റ് ചേരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ആൻസർ തന്നെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡിൽ ഒരു പുതിയ കോളേജ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയാൽ പോകും, പിന്നെ ഒരിക്കലും ഫസ്റ്റ് കിട്ടിയാൽ ചേരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് സ്പോട്ടിലെങ്ങാനും പോയി അഡ്മിഷൻ എടുക്കേണ്ട വരും, അതിലപ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജിനെക്കാട്ടി ബെറ്റർ അല്ലാത്ത കോളേജുകൾ, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ് ഏറ്റവും ഇഷ്ടം, ഇനി വച്ചേക്കുന്നതൊന്നും അത്ര ഇഷ്ടമില്ലാത്ത കോളേജുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. കാരണം ആ കോളേജ് നിങ്ങൾക്ക് പോയാൽ പിന്നെ പോയതാണ്. വേറെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയതാണ്, അത് പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. സെക്കൻഡിൽ വേറെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടൂല. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം, മിഷാൽ ചോദിച്ചേക്കുന്നത്, ഒരു സ്ഥലത്ത് മാനേജ്മെൻറ്റ് സീറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ ആ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു. ആ കോളേജിൽ ഫീസ് കുറവിൽ പഠിക്കാൻ, അപ്പോൾ ആ ആൾക്ക് താഴെയുള്ള കോളേജാണ് കിട്ടിയത്. അയാൾ 8K അവിടെ അടച്ചു, ടെമ്പററി ആയിട്ട് ചേർന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരാൻ അപ്പോഴും അവിടെ കിട്ടിയില്ല. അപ്പോൾ ആൾക്ക് 800 അത് പൈസ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ അത് നോക്കുക കേട്ടോ. അടുത്തത്, എനിക്കിപ്പോൾ സീറ്റ് കിട്ടി EW ആണ്, ബട്ട് എനിക്ക് ഹയർ ഓപ്ഷൻ 8 വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫീസ് അടച്ചാൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് വരുമോ, അഥവാ വന്നാൽ ഞാൻ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടേ? അതായത് ഈ എൻട്രൻസ് കമ്മീഷർക്ക് നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ ഒരു പ്രാവശ്യം മാത്രം, നിങ്ങൾ എൻജിനീയറിംഗ് ആണെങ്കിൽ ഫീസ് അടച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മളുടെ എൻട്രൻസ് കമ്മീഷർക്ക് 8K അല്ലെങ്കിൽ എത്രയാണോ അടച്ചേക്കുന്നത് ആ ഒരു എമൗണ്ട് ഒരു പ്രാവശ്യം അടച്ചാൽ മതി. ഇനി വീണ്ടും നിങ്ങൾക്ക് മാറി മാറി അലോട്ട്മെൻറ്റുകൾ വരാണെങ്കിൽ 8K അടയ്ക്കണ്ട. പക്ഷേ കോളേജിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫീസിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ, അതുപോലുള്ള ഫീസുകൾ ഉണ്ടാവും, ട്യൂഷൻ ഫീസ് അല്ലാതെ. അപ്പോൾ അത് നിങ്ങൾ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ചില കോളേജസ് ചില എമൗണ്ട്, ചിലപ്പോൾ PTA പോലുള്ള ഫീസുകളൊന്നും നിങ്ങൾക്ക് വേറെ
ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾ വേറെ കോളേജുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവർ വാങ്ങൂല, അല്ലെങ്കിൽ ആ ഫുൾ ഫീയും അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. എങ്ങനെ വന്നാലും നിങ്ങൾ ആ ഫീസ് അടച്ച റെസീപ്റ്റ് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, ഇപ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ ഫസ്റ്റ് ഫേസിൽ വന്നിട്ടുണ്ടല്ലോ, സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് വേറൊരു അലോട്ട്മെൻറ്റ് മെമ്മോ വരും. മനസ്സിലായിച്ചല്ലോ. ഇനിയിപ്പോൾ സെയിം കോളേജ് തന്നെയാണെങ്കിലും ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തിട്ടാണ് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായല്ലോ. നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിലാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിലെ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നും കൂടി ഓർക്കുക കേട്ടോ. അത് സെയിം കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് വന്നേക്കണമെങ്കിലും, പുതിയ കോളേജാണ് നിങ്ങൾക്ക് വന്നേക്കണമെങ്കിലും സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് തേർഡ് ഫേസിൽ വേറൊരു കോളേജ് കിട്ടുവാണെങ്കിൽ ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തിട്ടാണ് തേർഡ് ഫേസിൽ കിട്ടുന്ന കോളേജിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പറയണ പോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഓൾറെഡി വേറെ കോളേജിൽ കൊടുത്തേക്കണൊക്കെ വാങ്ങാം. അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ആ ഫേസിലുള്ളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഡേറ്റാ ഷീറ്റ് ഓഫ് കീം 2025 എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ വരും ഡേറ്റാ ഷീറ്റ്. ആ സമയത്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചേക്കാം, പ്രിൻ്റ് എടുത്ത് 2-3 കോപ്പി എടുത്ത് വെച്ചേക്കാം. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടല്ലോ, നിങ്ങളൊരു കോളേജിൽ പോയി ഇനി ഇവിടെ നിന്ന് മാറുന്നില്ല എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ ഉള്ള അലോട്ട്മെൻറ്റ് മെമ്മോ, അത് നിങ്ങൾ 2-3 കോപ്പി എടുത്ത് വെച്ചേക്കുക. കാരണം സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കുമ്പോൾ അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കും. അപ്പോൾ നമ്മൾ കോളേജിൽ പോയി ചോദിച്ചാൽ അവർ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഒന്നും തരില്ല. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓൾറെഡി അതിൻ്റെ ഒരു PDF എടുത്ത് വെച്ചാലും മതിയല്ലോ. PDF എടുത്തിട്ട് പിന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചാലും മതി. പക്ഷേ അതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യം വരുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എവിടെയാണോ നിങ്ങൾ ചേരുന്നത് ആ ഫേസിൽ വന്ന അലോട്ട്മെൻറ്റ് മെമ്മോ മനസ്സിലാവണ്ടോ. പിന്നീട് നിങ്ങൾ മാറുന്നൊന്നുമില്ല, അവിടെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആ ഒരു ഫേസിലെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. എനിക്ക് കുറച്ച് കോൾഡും ഒക്കെ ഉണ്ട്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ട് എനിക്കറിയാം കുട്ടികൾ എത്രമാത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയാൻ ടെൻഷനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആവാതെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ കുറേ കോളേജസ് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ വയനാട് സിവിൽ നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വയനാട് നിങ്ങൾക്കറിയാലോ, വയനാട് ഇടുക്കിയൊക്കെ സാധാരണ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഇതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു ഗവൺമെൻറ് കോളേജാണ്. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് അല്ലേ, സിവിലും ആയതുകൊണ്ട് കുറച്ചും കൂടി അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ മുമ്പിലേക്ക് കിട്ടാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മുമ്പിലുള്ള ഹയർ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അതിൽ പോയി ജോയിൻ ചെയ്യാം കേട്ടോ. എനിക്ക് റാങ്ക് അറിയില്ല. റാങ്ക് അറിഞ്ഞാലും മേ ബി പറയാൻ പറ്റില്ല. സിവിലൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ കുറച്ച് കുട്ടികൾ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 കൊല്ലമായിട്ട് കുറച്ച് പേരൊക്കെ സിവിലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കണ കാണാം. അല്ലാതെ ആരും സിവിലൊന്നും മെക്കാനിക്കലൊന്നും എടുക്കണ കാണാറില്ല. പക്ഷേ സിവിലൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ മുമ്പിലുള്ള കോളേജുകളിൽ സീറ്റ് വേക്കൻസി വരും. സോ അതിൽ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ സിവിലിനെ മോശമാക്കി പറയണല്ലോ കേട്ടോ, അങ്ങനെ എടുക്കുന്നത് കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത്. അതും ഒരു എഞ്ചിനീയറിങ് കോഴ്സാണ്. അതിൽ ഇഷ്ടമുള്ളവർക്ക് അത് നല്ല കോഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന കാണില്ല. പക്ഷേ ഇപ്പോൾ എടുക്കണ കാണുമ്പോൾ സന്തോഷം എന്നാണ് പറഞ്ഞത്. എനിക്ക് കോഴ്സിനെ പറ്റി ഒന്നും ജഡ്ജ് ചെയ്ത് പറയാനൊന്നും അറിയില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് പഠിക്കണം എന്നുള്ളത്. പിന്നെ ചാൻസുകളൊക്കെ കുറേയൊക്കെ ലക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് കോഴ്സ് കഴിച്ചിട്ടും വെറുതെ ഇരിക്കുന്നവരും ഉണ്ട്. ഒരു സാധ്യത ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയി പഠിച്ചവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അവരവരുടെ കഴിവും അതുപോലെ ബ്ലെസ്സിങ്ങും ഒക്കെയാണ്. എന്നും കൂടി ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഞാൻ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഡേറ്റാ ഷീറ്റൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാം കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കുറേ ഇന്നലെ രാത്രി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്. സോ നിങ്ങൾ ദയവായിട്ട് വീണ്ടും പറയാനുള്ളത്, വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.